സിനിമാ കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇനി ഫാൽക്കെ അവാർഡും പത്മഭൂഷനും അർഹനായ നടൻ മമ്മൂക്കയാണ് സംവിധായകൻ സാജിദ് ദഹിയ. സത്യത്തിൽ നമ്മുടെ മലയാളികളെ സന്തോഷപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡായിരുന്നു അല്ലേ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെ ലാലേട്ടന് കിട്ടിയത്. രണ്ടാമത്തെ മലയാളിയാണ് ഈ ഒരു അവാർഡിന് അർഹനാകുന്നത്. ആദ്യം ഈ അവാർഡ് ലഭിച്ചത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംവിധാനമായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണ സാറിനായിരുന്നു. എന്തായാലും അവാർഡ് കിട്ടിയതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. പക്ഷെ മമ്മൂക്കാക്ക് എന്തുകൊണ്ടാണ് ഇവർ ഈ അവാർഡ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ കഴിഞ്ഞ 5 പതിറ്റാണ്ടായി മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള ഇന്ത്യൻ സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മമ്മൂക്കാക്ക് പല പ്രാവശ്യവും അവാർഡുകൾ നിഷേധിച്ചിട്ടുണ്ട്, അവാർഡുകൾ ലഭിക്കാതെ പോയിട്ടുണ്ട്. കാരണം അത് അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഒക്കെയാണ് ഇതിന് മെയിൻ കാരണമായിട്ട് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാർ കാണിക്കുക. കാരണം 2014 തൊട്ട് ഈ രാജ്യം ഭരിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുകയും അവർക്ക് വേണ്ടി ഓശാന പാടുകയും ചെയ്യുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം മിഥുൻ ചക്രവർത്തി, നമ്മുടെ രജനികാന്ത്, ഇവർക്കൊക്കെ ഈ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ഉലക നായകനാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കമലഹാസൻ. അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല, അദ്ദേഹം ചെയ്യാത്ത ലാംഗ്വേജുകളില്ല, അദ്ദേഹം ചെയ്യാത്ത സിനിമകളില്ല. ഏതാണ്ട് മമ്മൂക്കായും ലാലേട്ടനും വരുന്നതിന് മുമ്പ് മുതൽ സിനിമയിൽ നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്ന ഈ ഉലക നായകൻ കമലഹാസന് എന്തുകൊണ്ടാണ് ഈ അവാർഡ് ഇതുവരെ ലഭിക്കാഞ്ഞത് അല്ലെങ്കിൽ ഇതുവരെ കിട്ടാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ കൈക്കൊള്ളുന്ന ചില നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ ഈ അവാർഡിൽ നിന്നും സാധാരണ ഇങ്ങനെ പിന്തള്ളാറുള്ളത്. നൻപകൽ നേരത്ത് മയക്കം എന്ന ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും കരുതിയത് മമ്മൂക്കാക്ക് ദേശീയ പുരസ്കാരം ലഭിക്കും, ആ സിനിമയിലെ അഭിനയത്തിന് ലഭിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അന്നും ഉറച്ച നിലപാടിൽ തന്നെ ഞാൻ നിന്നിരുന്നു. കാരണം ഇതല്ല, ഇതിനപ്പുറം ഇവിടെ കിടന്ന് കാണിച്ചാലും മമ്മൂക്കാക്ക് അവാർഡൊന്നും ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ ജനഹൃദയങ്ങളിൽ എന്നും മമ്മൂക്കായാലും കമലഹാസനായാലും കൊള്ളാം, അവർക്കൊക്കെ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം തന്നെയാണ് ഏറ്റവും ജൂറി മെമ്പറായിരുന്ന ഒരു വ്യക്തി ഈ മമ്മൂക്കാക്ക് ഈ നൻപകൽ നേരത്ത് സിനിമയ്ക്ക് അവാർഡ് ലഭിക്കാത്തതും ഇപ്പോൾ മമ്മൂക്കാക്ക് ഈ അവാർഡ് നിഷേധിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ അലി ഇയാളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ നോക്കാം. എനിക്ക് തോന്നുന്നത് ഈ സെൻസർ ബോർഡിലെ അംഗങ്ങളെ മാത്രം കുറ്റം പറയുന്നില്ല, താങ്കൾ ട്രിവാൻഡ്രത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ മോൾ ബോംബെയിലാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയം കടന്നു വരുന്നു അല്ലേ? താങ്കൾ സെൻസർ ബോർഡിന്റെ അംഗമായിരുന്ന BJP കാരനായോണ്ടാണ് ഇരുന്നത്, അല്ലെങ്കിൽ താങ്കൾ ഇരിക്കില്ല. താങ്കൾ BJP കാരനായോണ്ട് സെൻസർ ബോർഡിൽ ഇരുത്തി. ഞാൻ താങ്കൾ വിളിച്ച് ഏത് വിഷയത്തിലാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. മമ്മൂട്ടി സാറിന്റെ പ്രശ്നം നാഷണൽ അവാർഡിൽ ഞാൻ താങ്കളെ വിളിച്ചു, നമ്മൾ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്ന കറക്റ്റ് എനിക്കിപ്പോഴും ഓർക്കുന്നു. താങ്കളെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചിരുന്നു. താങ്കൾ സെൻസർ ബോർഡിലുകൊണ്ടാണ് താങ്കളെ ഞാൻ വിളിച്ചത്. അപ്പോൾ അന്ന് BJP ആയതുകൊണ്ടാണ് താങ്കൾ ആ സെൻസർ ബോർഡ് വരുന്നത്. BJP ആയതുകൊണ്ട് അപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുന്നു ഓരോ സെൻസർ ബോർഡിനും. അതിന് താങ്കൾ ഇനിയെങ്കിലും കൂട്ടി നിൽക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയൊരു നാഷണൽ ജൂറി അത് തെറ്റാണെന്ന് കണ്ടെത്തിയില്ല. ഇനിയൊരു നാഷണൽ ജൂറിയിലോ ഒരു സെൻസർ ബോർഡിൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകില്ല. എനിക്ക് വേണ്ട, അത് എന്റെ കപ്പ് ഓഫ് ടീ അല്ല, ഞാൻ പോകില്ല. കഴിഞ്ഞ നാഷണൽ അവാർഡിന് അവിടെ ചെന്നപ്പം ഞാൻ നോക്കിയതാണ് എന്തുകൊണ്ട് നൻപകൽ നേരത്തെ മയക്കമില്ല എന്നൊരു സിനിമ. കാരണം ഞാൻ ഒരുപാട് ആരാധിച്ചിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി സാറ്. മമ്മൂട്ടി സാറ് മാത്രമല്ല, ആ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലിസ്റ്റിലുള്ള സിനിമകൾ നോക്കുമല്ലോ. അപ്പോൾ നോക്കിയ സമയത്ത് ഇത് കണ്ടില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ വെച്ച് ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ലിജോ പല്ലിശ്ശേരിയെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പടം വായിക്കാൻ? അപ്പൊ അദ്ദേഹം അയച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ മമ്മൂട്ടി സാറിന് മെസ്സേജ് അയച്ചു, അദ്ദേഹം അയച്ചു എന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ തിരിച്ചിരുന്നു എന്തുകൊണ്ടാണ് അവർ, മമ്മൂട്ടി സാറിന് ഒരു സിനിമ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അവര് ചിന്തിച്ചത് ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പം എന്നോട് പറഞ്ഞിരുന്നു, ഇത് അവർ പറഞ്ഞു കേട്ട ജയന്തി മാറ്റിയില്ലെങ്കിൽ സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലിലും നാഷണൽ അവാർഡിലും ടോക്കൺ നമ്പർ ഉണ്ടാവില്ല എന്ന് എന്നോട് പറഞ്ഞാണ് അവർ. എനിക്കറിയാം ഈ സിനിമകൾ ഇഫിയിലോ നാഷണൽ അവാർഡിലോ ഉണ്ടാവില്ല, എത്ര കരുത്തുള്ള സിനിമയാണെങ്കിലും. ഒരുപക്ഷെ അത് അവർ മുൻകൂട്ടി കണ്ടതായിരിക്കാം. ണ്ടല്ലോ ഈ നൻപകൽ നേരത്ത് മയക്കം സിനിമയുടെ ഈ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ കണ്ട. കാരണം ജൂറി അംഗങ്ങൾ അന്ന് പറഞ്ഞത് ഈ സിനിമ ജൂറിക്ക് മുമ്പാകെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ അയച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ മമ്മൂക്കായും അയച്ചിരുന്നു, മമ്മൂക്കായിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി, മമ്മൂക്കായ അയച്ചിരുന്നു, ഇതിന്റെ സിനിമയുടെ സംവിധായകൻ അവരും അയച്ചിരുന്നു. പക്ഷേ അവിടെ തഴയപ്പെട്ടത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെയും അദ്ദേഹത്തിന്റെ ചില ആദർശങ്ങളെയും അദ്ദേഹം പറയുന്ന ചില വാക്കുകളെയും തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം
പോയ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അതായത് ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഇന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ചങ്ക് പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഡയലോഗാണ്. അന്ന് മമ്മൂക്ക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഗുജറാത്തിൽ DYFI പോലുള്ള യുവജന സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അങ്ങനെ ഒരു കലാപം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത്. അത് വളരെ ആർജവത്തോടുകൂടി മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. സിനിമ മനഃപൂർവ്വം തഴയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഒന്ന്, മമ്മൂക്ക എന്ന് പറയുന്ന നടനെയും മമ്മൂക്കയുടെ ആദർശത്തെയും തന്നെയാണ്, ഇല്ല എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ അവാർഡിന് എന്തുകൊണ്ടും അർഹനായിട്ടുള്ള മറ്റൊരു നടനാണ് നമ്മുടെ കമലഹാസൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ കഥാപാത്രങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രയോ വർഷം, എനിക്ക് തോന്നുന്നു 50-60 വർഷത്തിന് മേളിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹവും പല മേഖലയിലും, സംവിധാനത്തിലാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും അങ്ങനെ പല മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ് പ്രിയപ്പെട്ട ഉലകനായകൻ കമലഹാസൻ. അപ്പോൾ അവരെയൊക്കെ തഴയപ്പെടുന്നതും ഈ അവാർഡുകളിലൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ അവാർഡുകൾ കൊടുക്കുന്നതെന്നുള്ളത് അരിയാഹാരം തിന്നുന്ന എല്ലാ മനുഷ്യർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതും കൂടിയാണ്. അപ്പം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.